എല്ലാവർക്കും നമസ്കാരം. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ വീട്ടിനകത്ത് പാമ്പ് കയറിയെന്ന് വിചാരിച്ചു. ഇപ്പോൾ എല്ലാം പാമ്പിൻ്റെ കളികളാണല്ലോ. അന്നേരമല്ലേ അറിയുന്നത് പുഴുങ്ങിത്തിന്നാൻ തന്ന കാച്ചിൽ വളർന്നു വലുതായെന്ന്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിലെ ഗൈസ് അതിന് പകരം പഴങ്കഞ്ഞി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കാച്ചിലിനെ അങ്ങ് അടയ്ക്കാമരത്തിൻ്റെ മൂട്ടി കുഴിച്ചിടാമെന്ന് വിചാരിച്ച്. അവർ രണ്ടും ആകുമ്പോൾ സ്നേഹത്തിൽ അങ്ങ് വളർന്നോളും. രാവിലെ പുറത്തുള്ള പണികൾക്കായിട്ട് ഇറങ്ങി അല്പം ഗാർഡനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇന്ന് അതെല്ലാം തീർക്കണം. സ്കൂൾ തുറക്കാറായി. ആരൊക്കെയോ നമ്മുടെ ഗാർഡൻ കാണിക്കണമെന്ന് കമൻറ്റ് ഇട്ടിരുന്നു. അതിനു വേണ്ടി ചെടികളൊന്നുമില്ല ഗൈസ്, എനിക്ക് കുറച്ച് മാത്രമേ ഉള്ളൂ. അതെല്ലാം റീപ്ലാന്റ് ചെയ്ത് എല്ലാം വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്തു. ചട്ടികളൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് റോയിച്ചാൻ ചോദിച്ചു ഇതെന്തോന്ന് ചട്ടിയും താങ്ങി പിടിച്ചുകൊണ്ട് നടപ്പ് തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ എന്ന്. അല്ലെങ്കിലും ഗ്യാലറിയിലിരുന്ന് കളി കാണാൻ നല്ല സുഖമുള്ള ഏർപ്പാടല്ലേ. ചെടികളെല്ലാം പെറുക്കി തിരിച്ച് സ്റ്റാൻഡിലെല്ലാം സെറ്റ് ചെയ്തു. അടുത്ത പണി പിന്നെ തൂത്തുവാരി വൃത്തിയാക്കലാണ്. അങ്ങനെ തറയെല്ലാം തൂത്തുവാരി നമ്മുടെ ഗാർഡൻ സെറ്റാക്കി. അപ്പോഴേക്കും ആമാശയത്തിൽ നിന്നുള്ള വിളി എത്തിക്കഴിഞ്ഞു ഗൈസ്. പിന്നെ ഒരു ഓട്ടമായിരുന്നു. വേഗം പോയി കുളിച്ച് റെഡിയായി വന്ന് പിന്നെ പഴങ്കഞ്ഞി കുടിക്കാനുള്ള സെറ്റപ്പായി. ഐറ്റംസ് ഒക്കെ എന്താണെന്ന് മനസ്സിലായല്ലോ. നല്ല കൊഞ്ചമ്മന്തിയും മീൻകറിയും മാങ്ങാച്ചാറും എല്ലാം നെല്ലിക്കയും ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. ഈ വെക്കേഷനിലെ പഴങ്കഞ്ഞി കൂടി ഇതോടുകൂടി അവസാനിച്ചു. അപ്പോഴാണ് നമ്മുടെ സബ്സ്ക്രൈബർ മാങ്ങ തന്ന കാര്യം ഓർമ്മ വന്നത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നാണല്ലോ പഴഞ്ചൊല്ല്. എൻ്റെ വീട്ടിലെ മാങ്ങ മറ്റുള്ള വീട് വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ മാങ്ങകളെല്ലാം ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഓക്കെ ബൈ.